ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ കോമഡി ഡ്രാമ ഫാമിലി മൂവി ആയിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ഞാൻ കണ്ടു. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ജനപ്രിയ നായകൻ ദിലീപിന്റെ 150ാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്തുകൊണ്ടുള്ള ഫസ്റ്റ് ഹാഫും അതുപോലെ തന്നെ ചിരിയും സെന്റിമെന്റ്സും ഇമോഷണലും എല്ലാം ചേർന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫും സമ്മാനിക്കുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരു ദിലീപ് ഫാനിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന്റെ പഴയകാല ആക്ടിങ്ങും അതുപോലെ തന്നെ പുതിയ കാല ആക്ടിങ്ങും നമുക്ക് ഈ സിനിമയിൽ ആസ്വദിക്കാൻ പറ്റും. ചിത്രത്തിനെ കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ള നായകൻ, വലിയൊരു കുടുംബത്തിലെ അംഗം, കൂടപ്പിറപ്പുകളെല്ലാം വിവാഹം കഴിഞ്ഞു. കുടുംബത്തിലെ മൂത്ത പുത്രനായിട്ടുള്ള നായകന് മാത്രം വിവാഹം നടന്നിട്ടില്ല. ആ വിവാഹവുമായി ബന്ധപ്പെട്ട് പെണ്ണ് കാണാൻ, അതുമായി ചേർന്ന കോമഡികളും ഒക്കെ നിറഞ്ഞ ഒരു ഫാമിലി എന്റർടൈനർ മൂവി. ഓരോ സീനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സീൻ എന്താണെന്ന് നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. പക്ഷെ ആ എക്സ്പെക്ടേഷനിൽ നമ്മളെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ചിത്രം ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ എടുത്തു പറയാനായിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ആണ്. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ നട്ടെല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഈ ചിത്രത്തിലെ നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എക്സലന്റ് ആയിട്ടുള്ള ആക്ടിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ കുട്ടിയുടെ എൻട്രിയോട് കൂടി ഈ സിനിമ വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. ഒരു സ്ത്രീ കഥാപാത്രത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ആക്ടിംഗ് ലെവലിലാണ് ആ കുട്ടി ആക്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അഭിപ്രായപ്പെടാം. ദിലീപിന് പുറമെ ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആൻഡ്, മഞ്ജു പിള്ളൈ, ബിന്ദു പണിക്കർ, ഉർവശി, സിദ്ദിഖ് എന്നിങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള താരനിരകൾ അണിനിരുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഞാനിപ്പോ പറഞ്ഞ ഇവരുടെ ആക്ടിംഗ് ശൈലി നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം ഈ ചിത്രത്തിൽ എത്രമാത്രം ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഈ പറഞ്ഞവരെല്ലാ പേരും കോമഡി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പോ ഈ ചിത്രത്തിൽ ദിലീപ് ഉൾപ്പെടെ വരുന്ന ഈ ഒരു വലിയ അഭിനേതാക്കളുടെ ശൃംഖല ഈ ചിത്രത്തിന്റെ കോമഡിയെ പീക്ക് ലെവലിൽ എത്തിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. കുടുംബസമേതം തിയേറ്ററുകളിൽ പോയി തന്നെ കണ്ട് ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് രണദീപാണ്. അതുപോലെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് സനൽ ദേവ് ആണ്. സാഗർ ദാസ് ആണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പോ ദിലീപിന്റെ 150ാമത്തെ ചിത്രമായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ ദിലീപിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.